പർദ്ദക്കുള്ളിലെ ഇറാനിയൻ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ട്രംപിന്റെ കൂടെ പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ സുമേഷ് കാവിപ്പട ടീംസും, അതായത് സംഘി ടീംസിനോടും ഇതാണ് ഇറാനിലെ പെണ്ണുങ്ങൾ നടക്കുന്നത്. ഇറാനിയൻ സ്ട്രീറ്റിലൂടെ അവിടുത്തെ പെണ്ണുങ്ങൾ നടക്കുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നീ കണ്ടടാ. നിന്റെയൊക്കെ കുടുംബത്തിൽ ഏതെങ്കിലും ഒന്ന് നടക്കുമോ? സംഖ്യ നിന്നോടാ ചോദിക്കുന്നത്. നിന്റെയൊക്കെ കുടുംബത്തിലെ തള്ളമാര് നടക്കും എന്ത്? മുണ്ടും ബ്ലൗസും ഇട്ടിട്ട് മുറ്റടിച്ച് വരും. അങ്ങനെ കുറേ സീന് കാണാൻ പറ്റാറുണ്ട്. അതല്ലാണ്ട് നിൻ്റെയൊക്കെ കുടുംബത്തിൽ ഏതെങ്കിലും ഒന്നിന് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നടക്കാൻ പറ്റൂടാ. എന്നിട്ടാണോ നീയൊക്കെ ഈ നാട്ടിൽ കടന്ന് പട്ടിണി പരിവട്ടാണെങ്കിലും വേണ്ടില്ല ഇറാനിലെ സ്ത്രീകൾക്ക് വേണ്ടി ഉന്നമനത്തിന് പോരാടാൻ ഇറങ്ങുന്ന വാണക്കുറ്റികളെ? ഒന്നും വിചാരിക്കരുത്. തുടക്കത്തിലേ പറയാം, ഇങ്ങനത്തെ ചില വേർഡുകൾ ഈ സംഖ്യകളെ പറയണമെങ്കിൽ നല്ലത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചില വേർഡുകളൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ക്ഷമിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഓപ്പൺ സ്പേസിൽ വെച്ച് കാണാണ്ടിരിക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുക, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത വീഡിയോ ആണെങ്കിൽ ഞാൻ പറയാറില്ല, തുടക്കത്തിലേ പറയാണ്. അപ്പം സംഖ്യകളോടാ പറയാനുള്ളത്, നീയൊക്കെ ജന്മം ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത സൗകര്യത്തിലും സുഖത്തിലും നടക്കുന്ന ഈ സ്ത്രീകൾ. പിന്നെ അവിടെ നീ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ല എന്ന് ആരും പറയുന്നില്ല. നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട് ആ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഈ മൂന്ന് മതത്തിലും ആ ഒരു ഓർത്തഡോക്സ് മത ചിന്തകളോടുകൂടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളും അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അതല്ലാണ്ട് ഇച്ചിരി ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ അവിടെ കയറി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊസാദും CIA കളിച്ച കളികൾക്കിടയിൽ നീ ഇവിടെ കിടന്ന് ഈ പട്ടിണി കിടക്കുന്ന ഈ തീട്ടവും ചാണകം തിന്ന് ജീവിക്കുന്ന നിനക്ക് എന്ത് തേങ്ങക്കട? നാല് മുസ്ലിങ്ങൾ ചത്തോട്ട് വെച്ചിട്ടാണോ? അല്ല വാണങ്ങളെ.